അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഈ വരുന്ന എക്സിക്യൂട്ടീവ് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. മനസ്സിലായി. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഈ വരുന്ന കസ്റ്റമർ എന്താണ് വേണമെന്നതിനെക്കുറിച്ച് അവന് യാതൊരു ഒരു പിടുത്തമില്ല. ഒന്ന്, നമ്മുടെ കയ്യിൽ വണ്ടി കൊടുക്കരുത്, എക്സ്ചേഞ്ച് ചെയ്യരുത്. പിന്നെ ഇവിടെ എനിക്ക് പറ്റിയ പാളിച്ചത് പറയാം. 4.5 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെ ഞാൻ 3.85 ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചത്. അവിടെയും വേറെ പ്രശ്നമുണ്ട്. പഴയ വണ്ടിക്ക് എക്സ്ചേഞ്ച് ബോണസ് 20,000 കിട്ടും, പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇല്ല. ഓക്കെ, അതായത് ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ളതിന് എക്സ്ചേഞ്ച് ബോണസ് ഇല്ല. അപ്പം എന്ത് പറ്റി? ഈ 3.85 20,000 വീണ്ടും കുറച്ചു. ഓക്കെ, 365 ഉള്ളൂ ഈ വണ്ടിക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് സാറ് 385 തന്നെയാണ് വില, പക്ഷേ 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കൊണ്ട് ചേർത്താണ് 385 വരുന്നതെന്ന്. ഓക്കെ ഓക്കെ, മനസ്സിലാവണല്ലേ? അവർ വേറൊരു രീതിയിൽ ഉടായിപ്പായി. അതെ അതെ, അത് അവർ ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് പൈസ എത്ര രൂപ വേണം, സാറിൻ്റെ എത്ര രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓ ഓ, ഓക്കെ ഓക്കെ, മനസ്സിലാവില്ലേ? നിങ്ങൾ എത്ര രൂപ ലോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിക്ക് എനിക്ക് മാക്സിമം വില കിട്ടിയാലേ പോകാണ്. പക്ഷേ ഞാൻ അങ്ങനെ നഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അധികം കിലോമീറ്റർ ഓടിയെന്നല്ല, വേറെ വേറെ പണികൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഒരു കാരണവശാലും 5,000 രൂപ കൂടുതൽ കൊടുത്ത് ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പോകരുത്. അതെ,